ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് വൈറ്റ് പൂക്കളുള്ള ഒരു ആന്തൂറിയം ചെടി ഉണ്ടാക്കുന്നതാണ്. തെർമോക്കോൾ ബോക്സിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. പൂക്കൾ ഉണ്ടാക്കുവാനായി തെർമോക്കോൾ ബോക്സിൽ നിന്നും ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ഷേപ്പുകൾ ചെടിയുടെ പൂക്കൾ പോലെ റെഡിയാക്കുവാൻ വേണ്ടി ലവ് ഷേപ്പിൻ്റെ വളഞ്ഞു വരുന്ന ആ ഭാഗം ഇത്തിരി മുറിച്ചിട്ട് അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിക്കണം. അങ്ങനെ പിടിച്ച് ആ പീസ് മൊത്തം ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. തെർമോക്കോൾ പീസിന് ഒരു വഴക്കം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആന്തൂറിയം പൂവിൻ്റെ നടുക്ക് കട്ടിയുള്ള ഒരു തണ്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതിനായി ബഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ആന്തൂറിയത്തിൻ്റെ ഇലകളും ഏകദേശം ലവ് ഷേപ്പാണ്, പക്ഷേ നീളമുള്ള ലവ് ഷേപ്പാണത്. എന്നത്തെയും പോലെ ഇലകൾ ഉണ്ടാക്കാനുള്ള എൻ്റെ മെയിൻ അസംസ്കൃത വസ്തു, അതായത് അരിസഞ്ചി, അത് ഇന്നും ഇലകൾക്കായി മുറിയപ്പെട്ടു. അങ്ങനെ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇലകളിലെ ഞരമ്പുകൾ രേഖപ്പെടുത്താനായി ഞാൻ ആ പ്ലാസ്റ്റിക് മെറ്റീരിയൽ മടക്കി തീയിൽ കാണിച്ച് മടക്കുകൾ ഇടുന്നുണ്ട്. ഇലയ്ക്ക് നടുക്കുകൂടെ ഒരു ഫുൾ ലൈൻ കൊടുക്കണം. എന്നിട്ട് സൈഡിലോട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ലൈനുകളും കൊടുക്കണം. ലൈറ്റർ കൂടുതൽ നേരം പ്ലാസ്റ്റിക്കിലോട്ട് ചേർത്ത് പിടിക്കല്ലേ. അങ്ങനെ പിടിച്ചാൽ പിന്നെ മുഴുവൻ ഉരുകി നാശമാകുമെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ, അല്ലേ? ചൂട് കൊടുത്ത ശേഷം കൈകൾ കൊണ്ട് ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ പൊള്ളാതെ സൂക്ഷിക്കണേ. വേണമെങ്കിൽ ഒരു ധൈര്യത്തിന് വെള്ളത്തിൽ കൈ മുക്കിയ ശേഷം പ്രസ് ചെയ്താലും മതി. പിന്നെ തണ്ടുകൾ ഉണ്ടാക്കുന്നത് പേപ്പർ ചുരുട്ടിയെടുത്താണ്. പൂക്കളുടെ തണ്ടിനായിട്ട് എടുത്ത പേപ്പറിൽ ബഡ്സും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇലകൾ ഡയറക്റ്റ് ഒട്ടിക്കുന്നു. ബഡ്സിന് മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കുറച്ചുകൂടി വണ്ണം കൂട്ടിയാണ് പൂവിൻ്റെ മേൽഭാഗത്തെ തണ്ട് നിർമ്മിക്കുന്നത്. ടിഷ്യൂ പേപ്പർ കൊണ്ട് പൊതിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, വെറുതെ ബഡ്സ് എടുക്കണ്ടായിരുന്നു, പേപ്പർ ഷീറ്റിൽ തന്നെ ചുറ്റിയാൽ മതിയായിരുന്നു. ഇതിപ്പോ വെറുതെ ഒരു ബഡ്സ് വേസ്റ്റ് ആക്കി. ആദ്യത്തെ പ്ലാൻ അനുസരിച്ചാണ് ബഡ്സ് ഉപയോഗിച്ചത്. ബഡ്സ് മാത്രം ഉപയോഗിച്ചാൽ തണ്ടിന് നീളം പോരാതെ വരുമല്ലോ എന്ന് ബോധം വന്നപ്പോൾ പിന്നെ പ്ലാൻ മാറ്റി. അങ്ങനെയാണ് പേപ്പർ കൊണ്ട് തണ്ടുണ്ടാക്കാൻ തീരുമാനിച്ചത്. ആ പേപ്പറിൽ ബഡ്സ് അറ്റാച്ച് ചെയ്തപ്പോൾ താഴത്തെ തണ്ടും പൂവിന് മുകളിലത്തെ തണ്ടും ഒരേ വലുപ്പമാണെന്ന് മനസ്സിലായപ്പോഴാണ് ടിഷ്യൂ പേപ്പർ ചുറ്റി കട്ടി കൊടുക്കുന്നത്. അതാണ് പറ്റിപ്പോയത്. ഇതിനാണ് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയുന്നത്, അല്ലേ? ഇതിപ്പോ വലിയ പ്രശ്നമൊന്നുമല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. വല്ല സീരിയസ് മാറ്റർ ആയിരുന്നെങ്കിലോ? പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഓരോന്നും ആലോചിച്ച് തീരുമാനിക്കാൻ ശ്രദ്ധിക്കുമല്ലോ, അല്ലേ? നമ്മൾ കാര്യത്തിൽ നിന്നും വഴുതി പോകുന്നു. നമുക്ക് ആന്തൂറിയം ഉണ്ടാക്കണ്ടേ? അങ്ങനെ റെഡിയാക്കിയ തണ്ടുകൾ കളർ കൊടുക്കുന്നു. പൂവിനുള്ളിൽ നിൽക്കുന്ന ഭാഗം മഞ്ഞ കളറാണ് കൊടുക്കുന്നത്. പൂവിൻ്റെ തണ്ടിന് കളർ കൊടുക്കുമ്പോൾ ഇതളിന് മുകളിലുള്ള ഭാഗം മഞ്ഞയും താഴോട്ടുള്ളത് പച്ചയും കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അതായത് കട്ടിയുള്ള ഭാഗത്തിന് മഞ്ഞയും കട്ടി കുറഞ്ഞ ഭാഗത്തിന് പച്ചയും. പിന്നെ ഈ ചെടി വയ്ക്കുവാൻ വേണ്ടി ചെടി തയ്യാറാക്കണ്ടേ? അതിനായി ഞാനൊരു പ്ലാസ്റ്റിക് ഡപ്പ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ഡപ്പ മനോഹരമാക്കിക്കൊള്ളൂ. പെയിന്റ് ഉണങ്ങിയ ശേഷം അതിനുള്ളിൽ ടിഷ്യൂ പേപ്പറും തെർമോക്കോൾ ഷീറ്റും ഒക്കെ വെച്ച് അതിലേക്ക് തണ്ടുകൾ ഓരോന്നായി കുത്തിയിറക്കി വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇലകളും പൂക്കളുമൊക്കെ മനോഹരമായി അടുക്കി അറേഞ്ച് ചെയ്യണേ. ആട്ടെ, എങ്ങനെയുണ്ട് എൻ്റേത്? ഇഷ്ടപ്പെട്ടോ ഈ ആന്തൂറിയം ചെടി ഉണ്ടാക്കിയത്? അഭിപ്രായങ്ങൾ അറിയിക്കണേ. ബായ്.